മഴ തോരും മുൻപ് എന്ന പരമ്പരയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീന കിച്ചണിൽ ദോശ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ കാർ പോർച്ചിൽ ബൈക്ക് സ്റ്റാർട്ടാകുന്ന ശബ്ദം കേട്ടു. ദോശക്കല്ലിൽ കിടന്ന് ദോശ മറിച്ചിട്ട് സ്റ്റൗ കെടുത്തിയിട്ട് കയ്യിൽ ചട്ടുവം പിടിച്ച് അവൾ സിറ്റൗട്ടിലേക്ക് തിടുക്കത്തിൽ നടന്നു. അപ്പോഴേക്കും ജെറിയുടെ ബൈക്ക് ഗേറ്റ് കടന്നു പോയി കഴിഞ്ഞായിരുന്നു. അത് കനത്ത പുകതുപ്പി നിരത്തിലൂടെ പാഞ്ഞു പോകുന്നത് നോക്കി അലീന രോഷാകുലയായി നിമിഷങ്ങളോളം നിന്നു. പിന്നെ തിരികെ കിച്ചണിലേക്ക് പോന്നു. കുട്ടികൾ 3 പേരും പുസ്തകം നിവർത്തി വെച്ച് അലസരായിരിക്കുന്നത് അവൾ കണ്ടു. ഇവരുടെ ജീവിതത്തിൻ്റെ ടൈം ടേബിൾ സമൂലം അഴിച്ചു പണിയേണ്ടിയിരിക്കുന്നുവെന്ന് അലീന ഓർത്തു. കുളിക്കാൻ മടിച്ചായ ടെൽസയെ അലീന വഴക്ക് പറഞ്ഞ് നിർബന്ധിച്ചാണ് കുളിപ്പിച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചപ്പോൾ ടാനിയ റീത്താമ്മയുടെ വീട്ടിലേക്ക് പോകാൻ ഭാവിച്ചു. അങ്ങോട്ട് പോകണ്ട, അലീന വിലക്കി. എനിക്ക് പോകണം, ഞാൻ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേ. നിനക്ക് ഇവിടുന്ന് കഴിച്ചാലെന്താ? അതിനല്ലേ ഞാനിതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എനിക്ക് വേണ്ട. ശരി, വേണ്ടെങ്കിൽ വേണ്ട, പക്ഷേ റീത്താമാൻ്റിയുടെ വീട്ടിൽ പോകാൻ പാടില്ല, അലീന കർക്കശ സ്വരത്തിൽ പറഞ്ഞു. എന്നെ ഭരിക്കാനൊന്നും നോക്കണ്ട, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യും, ടാനിയ പറഞ്ഞു. അലീന അവൾക്ക് നേരെ തിരിഞ്ഞു. ഭരിക്കാൻ തന്നെ ഞാൻ വന്നിരിക്കുന്നത്. കീഴ്മേൽ മറിഞ്ഞു കിടക്കുന്ന ഈ വീട് നേരെയാക്കാമെന്ന് വിചാരിച്ചു തന്നെയാണ്. ഇതിനകത്ത് എൻ്റെ അനുവാദമില്ലാതെ ഒന്നും നടക്കില്ല. അലീനയുടെ മുഖത്തെ നിശ്ചയദാർഢ്യം ടാനിയെ അമ്പരപ്പിച്ചു. ഞാനൊന്ന് ഫോൺ ചെയ്താൽ അരമണിക്കൂറിനകം പപ്പ ഇവിടെ എത്തും. അനുസരണക്കേട് കാണിക്കുന്നവർക്ക് പിന്നൊന്നുകൂടെ അത് ആവർത്തിക്കേണ്ടി വരില്ല, ആ ഭീഷണിയേറ്റു. ടാനിയ റീത്താമ്മയുടെ വീട്ടിലേക്ക് പോയില്ല. പക്ഷേ അലീന ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചുമില്ല. ടെൽസയും ടോജോയും കഴിച്ചു. ടാനിയ ഒരു ഗ്ലാസ് വെള്ളം മാത്രം കുടിച്ചിട്ട് പോകാനിറങ്ങി. അലീന സിറ്റൗട്ട് വരെ അവളോടൊപ്പം ചെന്നു. ടാനിയയുടെ കൈ പിടിച്ച് കൈക്കുള്ളിൽ ഒരു 100 രൂപയുടെ നോട്ട് വെച്ച് കൊടുത്തു. എന്നോടുള്ള വാശിക്ക് പട്ടിണി ഇരിക്കണ്ട, എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ചോണം. എനിക്ക് വേണ്ട. വേണ്ടെങ്കിലും അത് കയ്യിലിരുന്നോട്ടെ. അലീന തിരിച്ചു പോന്നു. ടാനിയ കയ്യിലിരുന്ന നോട്ടിലേക്ക് നോക്കി. പിന്നെ അതെടുത്ത് ബാഗിനുള്ളിൽ വെച്ചു. വൈകുന്നേരം ടോജോയും ടെൽസയും സ്കൂളിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ അലീന കിച്ചണിൽ നിന്ന് തിളയ്ക്കുന്ന എണ്ണയിൽ ഏത്തയ്ക്കപ്പം പൊരിച്ചെടുക്കുമായിരുന്നു. മൂക്ക് വിടർത്തി അതിൻ്റെ കൊതിപ്പിക്കുന്ന ഗന്ധം ആസ്വദിച്ചുകൊണ്ട് ടെൽസ കിച്ചണിലേക്ക് വന്നു. പൊരിച്ച ഏത്തയ്ക്കപ്പങ്ങൾ വച്ചിരുന്ന സ്റ്റേറ്റ് ചെരുവത്തിലേക്ക് അവൾ കൈയിട്ട് വാരി. ഉടൻ അവളുടെ കയ്യിൽ പിടുത്തം വീണു. അതവിടെ വയ്ക്കേ, അലീന ശാസിച്ചു. എനിക്ക് വേണം, ടെൽസ ചിണുങ്ങി. തരാം, ആദ്യം പറയുന്നതനുസരിക്കേ. അലീന അവളുടെ കൈ കുടഞ്ഞ് കുത്തി വാരി പിടിച്ചിരുന്ന 4-5 ഏത്തയ്ക്കപ്പം ബസ്സിനിൽ ഇടിവിച്ചു. അതിനുശേഷം ടെൽസയെ വാഷ് ബേസിനെടുത്ത് കൊണ്ടുപോയി അവളുടെ 2 കൈയും മുഖവും കഴുകിച്ചു. ടവലെടുത്ത് അവളുടെ മുഖം തുടച്ചു നെറ്റിയിൽ ഒരു ഉമ്മയും കൊടുത്തു. അതുവരെ ഗർഭിച്ച് നിന്നവൾക്ക് ചിരി വന്നു. എനിക്ക് 5 ഏത്തയ്ക്കപ്പം വേണം. 10 എണ്ണം തരും, മതിയോ? ടെൽസയ്ക്ക് സന്തോഷമായി. ആ ടേബിളിൽ പോയി നല്ല കുട്ടിയായിരിക്കേ. ആ, ടെൽസ വേഗം പോയിരുന്നു. അലീന ഒരു പ്ലേറ്റിൽ ഏത്തയ്ക്കപ്പം എടുത്ത് അവളുടെ മുന്നിൽ കൊണ്ടുപോയി വെച്ചു. ടെൽസ അത് എണ്ണി നോക്കി. ഇത് 3 ഉള്ളൂ. അത് തിന്ന് തീരുമ്പോൾ അടുത്ത 3, അത് തീരുമ്പം പിന്നെ 3, അങ്ങനെ പോരെ? അതും തീരുമ്പോഴോ? അതും തീരുമ്പോൾ 2 ഉണ്ടക്കല്ല് തരും. ടോജ അത് കേട്ട് ഉറക്കെ ചിരിച്ചു. ടെൽസയ്ക്കും ചിരി വന്നു. അത് തീരുമ്പം ഒരു ആനത്തല. അയ്യോ, ടെൽസ ചിരിച്ചുകൊണ്ട് നിലവിളിച്ചു. അലീന അവർക്ക് ചായ ഉണ്ടാക്കി കൊടുത്തു. ടാനിയ വന്നപ്പോൾ 5 മണിയായി. അവൾ കിച്ചണിലേക്ക് വന്നതേയില്ല. അവളുടെ മുറിയിൽ തന്നെ ഇരുന്നു. അലീന ഒരു ഗ്ലാസ്സിൽ ചായയും പ്ലേറ്റിൽ ഏത്തയ്ക്കപ്പവും അവളുടെ മുറിയിൽ അവളുടെ പഠനമേശമേൽ കൊണ്ടുവച്ചു. ടാനിയ അനങ്ങിയില്ല. അല്പം കഴിഞ്ഞ് അലീന ചെന്ന് നോക്കിയപ്പോൾ അതങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. ചായ തണുത്തു പോവും, അലീന പറഞ്ഞു. എനിക്ക് വേണ്ട. അലീന ഒരു പാത്രത്തിൽ വെള്ളവും അതിൽ മുക്കി നനച്ച ടൗലുമായി വീണ്ടും മുറിയിൽ വന്നു. ചെരുവാൻ ടേബിളിൽ വെച്ചിട്ട് ടാനിയയുടെ കൈപിടിച്ച് അതിൽ മുക്കി കഴിക്കാൻ ശ്രമിച്ചു. ടാനിയ പ്രതിഷേധം പ്രകടിപ്പിച്ചെങ്കിലും അലീന ബലം പിടിച്ചു കഴിവിച്ചു. നനഞ്ഞ ടവൽ കൊണ്ട് അവളുടെ മുഖവും കഴുത്തും തുടച്ചു. കഴുകിയ കൈകളും തുടച്ചു കൊടുത്തു. നീ വല്ലതും കഴിച്ചായിരുന്നോ? അലീന ചോദിച്ചു. ടാനിയ ഒന്ന് മൂളി. അലീന പാറിക്കിടന്ന് അവളുടെ മുടിയിഴകൾ ചെവിക്ക് പിന്നിലേക്ക് ഒതുക്കി വെച്ചു. ഞാൻ ആരെയും ഭരിക്കാനൊന്നും വന്നതല്ല കേട്ടോ. നിങ്ങളുടെ മമ്മിയെ നോക്കാൻ വേണ്ടി വന്നതാ. അതിനെനിക്ക് നിങ്ങളുടെ സഹായം കൂടി വേണം. വേറെ ആരും എന്നെ സഹായിക്കാനുള്ളത്? എന്നോട് പിണങ്ങരുത്. നമ്മൾ ഒന്നിച്ച് നിന്നാൽ മതി. മമ്മിയെ നമുക്ക് എണീൽപ്പിച്ച് നടത്തണ്ടേ? അലീന സ്നേഹവായ്പോടെ പറഞ്ഞു. അവൾ ചായ ഗ്ലാസ് എടുത്ത് ടാനിയയുടെ ചുണ്ടോട് ചേർത്ത് പിടിച്ചു. ഒരു കവിള് കുടിക്കേ. ഇത്തവണ ടാനിയ അനുസരിച്ചു. അലീന കുനിഞ്ഞ് അവളുടെ നെറ്റിയിൽ ഒരു മുത്തം കൊടുത്തു. അത് മുഴുവൻ കഴിച്ച് തീർക്കണേ. ഗ്ലാസ് അവളുടെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചിട്ട് അലീന മുറി വിട്ടുപോയി. ടാനിയ ഒരു കവിൾ ചായ കൂടി കുടിച്ചു. നല്ല ചായ. ഏത്തയ്ക്കപ്പം ഒരെണ്ണമെടുത്ത് അവൾ കടിച്ചു. അതിന് നല്ല മയവും രുചിയും ഉണ്ടായിരുന്നു. അലീന എൽസമ്മയുടെ അരികെ ഇരിക്കുമ്പോഴാണ് മുറ്റത്ത് ബൈക്കിൻ്റെ ഒച്ച കേട്ടത്. അവൾ ഉടൻ തന്നെ എഴുന്നേറ്റ് സിറ്റൗട്ടിലേക്ക് ചെന്നു. ജെറി ബൈക്ക് പോർച്ചിലേക്ക് കയറ്റി വെക്കുകയാണ്. ടാങ്ക് ബാഗിൽ വെച്ചിരുന്ന ഒരു പ്ലാസ്റ്റിക് കവറും കൂടി എടുത്തു. ടെൽസ ഇതിനകം സിറ്റൗട്ടിൽ എത്തിയിരുന്നു. ജെറി പ്ലാസ്റ്റിക് കവർ ടെൽസയുടെ നേർക്ക് നീട്ടി. അവൾ ഉത്സാഹത്തോടെ അത് വാങ്ങാൻ മുൻപോട്ട് നീങ്ങി. അലീന അവളെ തടഞ്ഞിട്ട് ജെറിയോട് പറഞ്ഞു. ഇവിടെ ഇനി ഇത്ര സമ്മാനങ്ങളൊന്നും വേണ്ട. നിൻ്റെ അമ്മയ്ക്കോ പെങ്ങൾക്കോ കൊടുത്താൽ മതി. മുഖത്തടിയേറ്റതുപോലെ അവൻ ചൂളി. അവൻ പിന്തിരിഞ്ഞ് നടക്കാൻ ഭാവിച്ചപ്പോൾ അലീന പറഞ്ഞു. ഈ ബൈക്ക് കൂടി എടുത്തുകൊണ്ട് പോ. ഇത് ഇനി ഇവിടെ വെക്കണ്ട. നിനക്ക് വീടും കാർ പോർച്ചുമുണ്ടല്ലോ. ഇതിവിടെ വെച്ചാൽ നീ എന്തു ചെയ്യും? ജെറി തിരിഞ്ഞു നിന്ന് വെല്ലുവിളിച്ചു. ടയർ രണ്ടും കുത്തിക്കീറി ഞാൻ. മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കും നിൻ്റെ ഈ സാധനം.
ധൈര്യമുണ്ടെങ്കിൽ നീ വെച്ചിട്ട് പോ. അത് പറയുമ്പോൾ അലീനയുടെ മുഖം ജ്വലിക്കുന്നുണ്ടെന്ന് ടാനിയയ്ക്ക് തോന്നി. അവൾ ഒച്ചകെട്ട് വാതിൽക്കൽ വന്ന് നോക്കി നിൽക്കുകയായിരുന്നു. ജെറി തെല്ലിട സംശയിച്ചു നിന്നു. അലീനയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അവൻ ബൈക്ക് തള്ളിക്കൊണ്ട് തൻ്റെ വീടിന് നേർക്ക് പോയി. അവിടെ മുറ്റത്ത് ബൈക്ക് സ്റ്റാൻഡിൽ വെച്ച ശേഷം അവൻ തിരികെ വന്നു. ടെൽസ, നീങ്ങുക, അവൻ വിളിച്ചു. മോളെ, നീ പോകരുത്, അലീന എതിർത്തു. ഞാൻ പോവും. അവൾ സിറ്റൗട്ടിൽ നിന്ന് മുറ്റത്തേക്ക് ചാടി ഇറങ്ങി. ഉടൻ അലീനയും പിന്നാലെ ചെന്നു. ടെൽസ, നീ വീട്ടിൽ കയറിപ്പോ. അലീന മുൻപിലേക്ക് കയറി വഴി തടഞ്ഞു നിന്നു. ജെറി ടെൽസയുടെ കൈത്തണ്ടയിൽ പിടിച്ചു. അവളെ വിട്ടിട്ട് പോ, അലീന അന്ത്യശാസനമെന്നോണം പറഞ്ഞു. വിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യുമടി? ജെറി ആക്രോശിച്ചു. നിന്റെ ചെകടുത്ത് ഞാൻ അടിയും, വിടറ അവളുടെ കയ്യെന്ന്. ഈറ്റപ്പുലിയുടേതുപോലെ ഒരു നിൽപ്പായിരുന്നു അത്. മോളെ, നീ വീട്ടിൽ കയറിപ്പോ, അലീന ശാസിച്ചു. ഇല്ല, ടെൽസ ശാഠ്യം പിടിച്ചു നിന്നു. അലീന വീടിൻ്റെ പുറകിൽ ചാഞ്ഞു നിന്ന പേരയിൽ നിന്ന് ഒരു കമ്പൊടിച്ചെടുത്തു. തിടുക്കത്തിൽ അതിൻ്റെ ഇല കളഞ്ഞു. വടി ഓങ്ങിക്കൊണ്ട് അവൾ പറഞ്ഞു. അടിക്കും ഞാൻ, പറയുന്നതനുസരിക്ക്. നീ പോടി. അലീന വടി ഓങ്ങിക്കൊണ്ട് ഒരു അടി കൊടുത്തു. പോടി പട്ടി. പട്ടി. ടെൽസ കരഞ്ഞുകൊണ്ട് ചീറി. അലീന ഒറ്റയടി കൂടി കൊടുത്തവളോടെ അവൾ വാവിട്ട് നിലവിളിച്ചുകൊണ്ട് തിരിഞ്ഞോടി സിറ്റൗട്ടിൽ ചെന്ന് കയറി. കരച്ചിലും ബഹളവും കേട്ട് റീത്തമ്മയും മറ്റു മക്കളായ ജിമ്മയും ജൂലിയും വീട്ടിനുള്ളിൽ നിന്ന് ഇറങ്ങി വന്നു. എന്താണ് മോനെ പ്രശ്നം ജെറി? ടെൽസ എന്തിനാ കരയുന്നത്? റീത്തമ്മ ചോദിച്ചു. ടെൽസയെ ഇവളടിച്ചു. നമ്മുടെ വീട്ടിൽ കയറി പോകരുതെന്ന്. എന്താടി നിനക്ക് ഇത്രയ്ക്ക് സൂക്കേട്? റീത്തമ്മ അലീനയുടെ നേർക്ക് കയർത്തു. എനിക്കല്ല, നിങ്ങളുടെ മകന്, അലീന കത്തിക്കാളുന്ന സ്വരത്തിൽ പറഞ്ഞു. നിങ്ങൾക്ക് ആഭാസന്മാരായ ആൺമക്കളുണ്ടെങ്കിൽ അവരെ വല്ല വേശ്യാത്തെരുവിലും പറഞ്ഞയക്കണം. ഇനി എൻ്റെ അനുജിത്തിമാരെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ ദൈവമേ! റീത്തമ്മ തലയിൽ കൈവച്ച് പ്രാഗി. നിൻ്റെ തലയിൽ ഇടിവെട്ടി പോത്തോളൂടി. എൻ്റെ മോനെപ്പറ്റി ഇങ്ങനത്തെ ഏഷണി പറഞ്ഞാൽ. മകനെ വിളിച്ച് മാറ്റി നിർത്തി ചോദിച്ചു നോക്ക് ഏഷണിയാണോ എന്ന്. ഇന്നലെ രാത്രി 1:30 മണിക്ക് അവളെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി എന്ത് ചെയ്യുമായിരുന്നെന്ന്. പോലീസിന് ഒരു കംപ്ലയിൻറ്റ് കൊടുത്താലുണ്ടല്ലോ, നിങ്ങളുടെ മകൻ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. വടി താഴെയിട്ട് അലീന തിരികെ നടന്ന് തങ്ങളുടെ സിറ്റൗട്ടിൽ വന്ന് കയറി. കിതച്ചുകൊണ്ട് ചുമരിൽ പിടിച്ച് അല്പം നേരം നിന്നു. തനിക്കെന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് മനസ്സിലായില്ല. ഒരു ബാധ കയറി ഇറങ്ങിപ്പോയതുപോലെ അവൾ തളർന്നിരുന്നു. അടഞ്ഞുപോയ ചെവി പെട്ടെന്ന് തുറക്കപ്പെട്ടതുപോലെ മങ്ങിപ്പോയ കാഴ്ചകൾ ഇപ്പോൾ വ്യക്തമായതുപോലെ അവൾ പകച്ച് ചുറ്റും നോക്കി. ടാനിയും ടോജയും അന്തം വിട്ട് നോക്കി നിൽപ്പുണ്ടായിരുന്നു. റീത്താമ്മ അപ്പുറത്തെ വീട്ടുമുറ്റത്ത് നിന്ന് എന്തൊക്കെയോ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അലീന ഹാളിലേക്ക് കയറി. ടെൽസയെ നോക്കിയിട്ട് അവിടെ എങ്ങും കണ്ടില്ല. അവൾ പെൺകുട്ടികളുടെ ബെഡ്റൂമിന് നേർക്ക് നടന്നു. വാതിൽക്കൽ ചെന്നപ്പോഴേ കേട്ടു അകത്ത് നിന്ന് ചിണുങ്ങലും ആരോടോ പരാതി പറച്ചിലും. ഇടയ്ക്കിടെ ഏങ്ങലടിയും. അലീന മുറിയിലേക്ക് കയറി. ടെൽസ കട്ടിലിൽ കമിഴ്ന്നു കിടന്ന് തേങ്ങുന്നുണ്ട്. അലീന ഉണ്ടാക്കി കൊടുത്ത ഏത്തക്കപ്പവും ചായയൊന്നും വേണ്ടെന്നാണ് തന്നെത്താൻ പറയുന്നത്. അലീന അരികെ ചെന്ന് വിളിച്ചു. മോളെ. ടെൽസ ഞെട്ടിത്തിരിഞ്ഞു. ഉടനെ വാവിട്ട് കരയാനും തുടങ്ങി. അലീന അവളെ കട്ടിലേക്ക് ഇരുന്ന് കെട്ടിപ്പിടിച്ചു. വേണ്ടല്ലോ, വേണ്ട, എന്നെ തുടർന്ന. ടെൽസ ഏങ്ങലടിച്ചുകൊണ്ട് അവളെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. അലീന അവളെ മുറുകെ ആശ്ലേഷിച്ചു. നനഞ്ഞ കണ്ണിലും കവിളത്തുമെല്ലാം ഉമ്മ കൊടുത്തു. സാരമില്ല, പോട്ടടാ, സാരമില്ലെന്നേ, എൻ്റെ പൊന്നല്ലേ. ടെൽസ അല്പം ഒന്ന് അടങ്ങിയെങ്കിലും പിന്നെയും പരാതി പറഞ്ഞ് കരയാൻ തുടങ്ങി. എന്നെ അടിച്ചു. ഇല്ലടാ, അലീനയ്ക്കും കരച്ചിൽ വന്നു. ചേച്ചി മോളെയല്ലല്ലോ അടിച്ചത്, അവനെയാ, ജെറിയെന്ന് പേരുള്ള ആ ചെറുത്താനെ. അല്ല, എന്നെയാ. ഇതാ എവിടെയാ? ടാനിയയും ടോജയും മുറിയിൽ വന്ന് നോക്കുമ്പോൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ചിരുന്നു കരച്ചിലാണ്. അലീന അവളെ തലോടുകയും ഉമ്മ കൊടുക്കുകയും സാന്ത്വന വാക്കുകൾ പറഞ്ഞ് ഒരു ബാലികയെ എന്ന പോലെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ടെൽസ ചുരിദാറിൻ്റെ പാൻസ് തീർത്ത് കയറ്റി മുട്ടിന് താഴെ കാൽവണ്ണയെ തെളിഞ്ഞ പാടുകൾ തൊട്ട് കാണിക്കുന്നു. ചുവന്ന് തിണർത്ത് കിടപ്പുണ്ട്. അവൾ അത് ടാനിയയും ടോജയും കാണിച്ചു. ഇവളടിച്ചതാ. എത്ര പറഞ്ഞിട്ട് അവൾക്ക് സങ്കടം തീരുന്നില്ല. അലീന ആ പാടുകൾക്ക് മീതെ മൃദുവായി തലോടി. ഇനി അടിക്കില്ലെന്ന് വാഗ്ദാനവും നൽകി. കുറേ കഴിഞ്ഞപ്പോൾ അവൾ അതെല്ലാം മറന്നു. വഴക്ക് രാജിയായി. അവൾക്ക് ഇനിയും ഏത്തക്കപ്പം വേണം. അലീന എഴുന്നേറ്റ് പോയി ഒരു സോസറിൽ ഏത്തക്കപ്പം എടുത്തു കൊണ്ടുവന്ന് കൊടുത്തു. കിടക്കലിരുന്ന് അത് തിന്നുകൊണ്ട് അവൾ അലീനയെ നോക്കി ചിരിച്ചു. ഇത് നല്ലതാ, നല്ല രുചിയാ. അലീന പെട്ടെന്ന് മുറി വിട്ടിറങ്ങിപ്പോയി. അല്പം കഴിഞ്ഞ് ടാനിയ ചെന്ന് നോക്കുമ്പോൾ അവൾ അടുക്കളയിലെ ഭിത്തി ചേരുന്ന് അടുക്കി പിടിച്ച് കരയുന്നത് കണ്ടു. ടാനിയ ഉടൻ തന്നെ തിരികെ പോന്നു. ഈ എപ്പിസോഡിൻ്റെ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ തുടരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.